ഖാദിവില തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ സായിഗ്രാം ട്രസ്റ്റ് ചെയർമാൻ ആനന്ദ്കുമാറിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ജാമ്യാപേക്ഷ തള്ളിയത്. തട്ടിപ്പ് കേസിൽ രണ്ടാം പ്രതിയാണ് ആനന്ദ്കുമാർ. മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പരിഗണിച്ച ജാമ്യാപേക്ഷയാണ് ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് തള്ളിയത്. നിലവിൽ ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡിൽ കഴിയുകയാണ് ആനന്ദ്കുമാർ. പാതിവില തട്ടിപ്പ് കേസിൽ രണ്ടാം പ്രതിയാണ് ആനന്ദ്കുമാർ. തട്ടിപ്പിൽ ആനന്ദ്കുമാറിന് നിർണായക പങ്കുണ്ടെന്നാണ് ഒന്നാം പ്രതി അനന്തകൃഷ്ണന്റെ മൊഴി. CSR ഫണ്ട് വാങ്ങാനായി രൂപീകരിച്ച കോൺഫെഡറേഷൻ ഓഫ് NGO എന്ന സംഘടനയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ആനന്ദ്കുമാറിന് എല്ലാ മാസവും പ്രതിഫലവും ലഭിച്ചിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. 10 കേസുകളിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയ ആനന്ദ്കുമാറിന് ആകെ 2 കേസുകളിൽ മാത്രമാണ് ഇതുവരെ ജാമ്യം ലഭിച്ചിട്ടുള്ളത്. ഇയാളുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കി. കസ്റ്റഡിയിൽ ലഭിച്ചില്ലെങ്കിൽ ജയിലിൽ ചോദ്യം ചെയ്യാനാണ് ക്രൈംബ്രാഞ്ചിന്റെ തീരുമാനം. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പുകൾ പുരോഗമിക്കുകയാണ്. മൂവാറ്റുപുഴയിൽ മാത്രം 1853 പരാതിക്കാരുണ്ട്. അനന്തകൃഷ്ണന്റെ സ്ഥാപനത്തിലെ ജീവനക്കാരുടെ മൊഴിയെടുക്കുന്ന നടപടികളാണ് നിലവിൽ പുരോഗമിക്കുന്നത്. നിക്ഷേപകരുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.